റേഷൻ കടകളിലേക്ക് സമയബന്ധിതമായി അരി എത്തിക്കുന്നില്ലെന്നും പൊതുജനങ്ങൾക്കുള്ള റേഷൻ സാധനങ്ങൾ മറിച്ചുവിൽക്കുകയാണെന്നും ആരോപിച്ച് ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ ജോസഫ് കൊമ്പിടിഞ്ഞാമക്കലിലെ സിവിൽ സപ്ലൈസ് ഡിപ്പോ ഉപരോധിച്ചു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ അരി വിതരണം വേഗത്തിലാക്കാൻ തീരുമാനമായതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. അവിടെ കൃത്യമായി തൂക്കം ഇവിടുന്ന് തൂക്കം നോക്കി കൃത്യമായി തൂക്കം അവിടെ അളന്നു കൊടുക്കുന്നതാണ് നടപടിയില്ല. സ്റ്റോക്കിന്റെ കാര്യത്തിൽ വിവേചനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ ഈ ബിനാമി പേരിലാണ് ഇയാളിവിടെ ഈ കരാർ എടുത്തിട്ടുള്ളത്. 35 കടകൾ ചാലക്കുടി തൃശ്ശൂർ താലൂക്കിൽ അയാളുടെ ബന്ധുക്കളുടെ പേരിൽ കൊടുത്തേക്കുക. 35 കട, മകൾ, ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ കൊടുത്തേക്കാണ്. രാവിലെ 11 മണിയോടെയാണ് ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ ജോസഫും റേഷൻ കട നടത്തിപ്പുകാരും ചേർന്ന് കൊമ്പടിഞ്ഞാമാക്കലിലെ സിവിൽ സപ്ലൈസ് ഡിപ്പോയിൽ ഉപരോധ സമരം ആരംഭിച്ചത്. റേഷൻ കടകളിലേക്ക് സമയബന്ധിതമായി അരി എത്തിക്കുന്നില്ലെന്നും ജനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട റേഷൻ സാധനങ്ങൾ കരാറുകാരൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മറിച്ചു വിൽക്കുകയാണെന്നുമാണ് എംഎൽഎ ആരോപിച്ചത്. സമരത്തെ തുടർന്ന് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി എംഎൽഎയുമായും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുമായും റേഷൻ വ്യാപാരികളുമായും ചർച്ച നടത്തി. ചർച്ചയിൽ ഈ മാസത്തെ റേഷൻ അരി വിതരണം 4 ദിവസത്തിനകം പൂർത്തിയാക്കാനും അടുത്ത മാസത്തെ വിതരണം 15-ാം തീയതിക്കകം പൂർത്തിയാക്കാനും തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കരാറ് പ്രകാരമുള്ള രീതിയിൽ 15-ാം തീയതിക്കകം നമ്മുടെ ഈ താലൂക്കിൽ അരി വിതരണം നിലവിൽ നടക്കുന്നില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ കരാറുകാരൻ കൃത്യമായിട്ടുള്ള വണ്ടികൾ കരാറ് പ്രകാരമുള്ളത് നൽകുന്നില്ല എന്ന് ഇവിടുത്തെ ഗോഡൌണിലെ അസിസ്റ്റന്റ് മാനേജറും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ അവരുടെ അടുത്ത് നിന്ന് റിപ്പോർട്ട് സീക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയാണ് ഇവിടെ അരി വിതരണം നടന്നത് എന്നുള്ളൊരു വിശദമായ റിപ്പോർട്ട് നൽകാൻ താലൂക്ക് സപ്ലൈ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് ആവശ്യമായ റെക്കമെൻഡേഷൻസ് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ മാസത്തെ അരി വിതരണം അവർ 4 ദിവസത്തിനകം പൂർത്തിയാക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത മാസം നമുക്ക് ഓണമാണ് വരുന്നത്, 15-ാം തീയതിക്കകം തീർക്കാമെന്നാണ് അസിസ്റ്റന്റ് മാനേജർ നമുക്കിപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 1 വർഷമായി ഡിപ്പോയിൽ നടന്ന അരി വിതരണവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയതായും കളക്ടർ പറഞ്ഞു. ജില്ലാ ഭരണകൂടം നൽകിയ ഉറപ്പിനെ തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ സനീഷ് കുമാർ ജോസഫ് എംഎൽഎ ഉപരോധ സമരം അവസാനിപ്പിച്ചു. മീഡിയ ടൈം, ആളൂർ.